വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് ആപ്പ് റിയാക്റ്റിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓൾറെഡി ഞാനൊരു ഡിസൈൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു മോഡൽ. നമ്മൾ HTML ലൈക്ക് ആ ഒരു HTML കോഡ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ലോജിക്ക് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നിലവിൽ ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഞാൻ ഗിറ്റോബിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കയറി എന്ത് ചെയ്യാനാണ് അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ ലൈക്ക് ഓരോ കാര്യങ്ങൾ കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ബ്രൗസർ റൗട്ടർ കൊണ്ടുവന്ന് അത് നമ്മൾ ഓരോ റൂട്ട് സെറ്റപ്പ് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ അകത്തോട്ട് ആപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലൈക്ക് റൂട്ട് കൊണ്ടുവന്ന് റൂട്ട്സ് വിളിച്ച് അതിൻ്റെ അകത്ത് റൂട്ട് സെറ്റപ്പ് ചെയ്ത് ഹോം പേജിനെ വിളിച്ചിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഹോം പേജ് സ്ലാഷ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പേജാണ് വരുന്നത്. ഹോം പേജിൻ്റെ അകത്ത് ഞാൻ ഇവിടെ കമ്പോണൻറ്റിൻ്റെ അകത്ത് 2 കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് മെയിൻ എന്നും ഒന്ന് നാവ് ബാർ എന്നും. നാവ് ബാറിൻ്റെ അകത്ത് ഞാൻ കൊടുത്തേക്കുന്നത് വിഡ്ത്ത് 100%, ഹൈറ്റ് 12 വ്യൂ പോർട്ട് ഹൈറ്റ്, പാഡിങ് എക്സ് ലെഫ്റ്റിൻ റൈറ്റിൻ 25 px, ഫ്ലെക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്ററിൽ വരണം. ഈ ടെക്സ്റ്റ് പ്രോപ്പറായിട്ട് സെൻറ്ററിൽ അലൈന ഇതുപോലെ വരുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ മെയിനിലോട്ട് വന്നു. മെയിനിൽ വന്നപ്പം പാരൻ്റ് ഡിവിൻ്റെ അകത്ത് ഞാൻ ഒരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്തു. ചൈൽഡ് 2 ക്രിയേറ്റ് ചെയ്തു. ഒന്ന് ഇൻപുട്ടും ആഡ് ബട്ടണും, അതായത് ഇൻപുട്ടും ഈ ആഡ് ബട്ടണും ഞാൻ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ഈ ഓരോ എലമെൻറ്റും ലിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഓരോ ടു ഡൂസിനെയും കാണിക്കുന്നതായിട്ട് ഒരു ഡിവ്, അതിൻ്റെ അത് ടെക്സ്റ്റും ഡിലീറ്റ് ബട്ടണും വെച്ചുകൊണ്ട് ഇത്ര സെറ്റപ്പാണ് ഞാൻ മെയിൻലി ചെയ്തിട്ടുള്ള. നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ ലൈക്ക് HTML CSS അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ റിയാക്റ്റിൻ്റെ ലോജിക്ക് ആഡ് ചെയ്യാം. അതിനാണല്ലോ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ HTML CSS ടൈം വേസ്റ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. നിങ്ങളെ അഭിപ്രായം എനിക്കറിയണം. ഇനി ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ അകത്ത് HTML CSS ഞാൻ കൂടെ തന്നെ ചെയ്ത് പോവണോ, അതോ ഇതുപോലെ HTML CSS ഞാൻ പ്രീ ഉണ്ടാക്കി വെച്ചിട്ട് ആ ലോജിക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം മാത്രം കാണിച്ചാൽ മതിയോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കൊരു എളുപ്പമായിരിക്കും. നിങ്ങൾ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും എനിക്ക് മുമ്പോട്ടോ എളുപ്പമായിരിക്കും. ഇപ്പോൾ ചിലർക്ക് HTML ചെയ്യുന്ന കൂടെ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രശ്നമില്ല. അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിനുവേണ്ടി ടൈം ചുമ്മാ HTML ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അത് എളുപ്പത്തിൽ അങ്ങ് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ പറയണം. ഞാൻ ഇവിടെ സ്റ്റേറ്റ് വിളിച്ച് ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ട കാര്യം, ഒന്നാമത് നമ്മൾ ഈ ഇൻപുട്ടിൽ നിന്ന് ഇവിടെ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമുക്കൊരു വേരിയബിളിലോട്ട് മാറ്റണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ചെയ്യുന്ന ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണം. അതുപോലെ തന്നെ ലൈക്ക് ഒരു വാല്യൂ അല്ലേ നമുക്ക് ഒരു ഇൻപുട്ടിൽ സ്റ്റോർ ചെയ്യത്തുള്ളൂ. പിന്നെ അടുത്തൊരു വേരിയബിളിൻ്റെ അകത്ത് അറേ ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഓരോ നോട്ടുകളും ഒരുപാട് നോട്ട്സ് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പം നോട്ടിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാനൊരു വേരിയബിൾ വേണം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ നോട്ട്സ് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ഒരു അറേയും വേണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ടു ഡു എന്ന് കൊടുക്കാം. ഞാൻ നോട്ട്സ് എന്നാണ് കൊടുക്കുന്നത്. ഞാൻ ആദ്യം നോട്ട് ആൻഡ് സെറ്റ് നോട്ട് വിളിച്ചിട്ട് സ്റ്റേറ്റ് ഞാൻ വിളിച്ചു. അതിപ്പം ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു വേരിയബിളാണ്. അടുത്തത് ഞാൻ വിളിച്ചത് നോട്ട്സ് ആൻഡ് സെറ്റ് നോട്ട്സ്. സ്റ്റേറ്റ് വിളിച്ചിട്ട് ഞാൻ ഒരു അറേയാണ് കൊടുത്തത്. അതായത് നമ്മൾ അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഓരോ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് അറേ ഞാൻ കൊടുത്തു. ഇവിടെ കർലി ബ്രാക്കറ്റാണ്, ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ആക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഹാൻഡിൽ ആഡ് നോട്ട് എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ എഴുതണം. അതായത് നമ്മളിപ്പോൾ യൂസറെ പാസ് ചെയ്യുമ്പോൾ നോട്ടില്ല, ചുമ്മാ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അലർട്ട് മെസ്സേജ് പോകണം. അപ്പം നോർമലി നിങ്ങൾക്ക് ഫസ്റ്റ് എളുപ്പത്തിനൊരു മെത്തേഡിൽ നമുക്ക് എഴുതാൻ പറ്റുന്നേ, ഞാൻ ഇവിടെ നോട്ട് എന്നാക്കിയത് നോട്ട്സാണ്. ഇവിടെ പി ആദ്യം കിടന്നുകൊണ്ട് മാറ്റിയതാണ്. അപ്പം നോട്ട് = എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അലർട്ടിൻ്റെ അകത്ത് നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുത്ത്
റിട്ടേൺ കൊടുക്കണം. അപ്പോൾ ഈ കോഡ് സ്റ്റോപ്പ് ആവണം. നമ്മൾ റിട്ടേൺ കൊടുക്കുന്ന എന്തിനാണ്? ഇഫ് കണ്ടീഷൻ്റെ അകത്ത് ഈ ഒരു കണ്ടീഷൻ റണ്ണായി, ഈ ഒരു കോഡ് റണ്ണായി കഴിഞ്ഞ് ഈ കോഡ് സ്റ്റോപ്പ് ആവണം. താഴോട്ടുള്ള നമ്മൾ താഴെ എഴുതുന്ന ബാക്കി കോഡുകൾക്ക് എന്ത് ചെയ്യരുത്? അത് ബാധിക്കരുത്. പക്ഷേ ഇവിടെ ലൈക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോട്ട് ഇസ് ഈക്വൽ ടു ലൈക്ക് എം ടി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ മെസ്സേജ് കാണിക്കണം. അല്ലാതെ വേറൊരു കണ്ടീഷൻ എളുപ്പമാണ്. ഇപ്പം ഈ ഒരു സിമ്പലുണ്ട് നോട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സിമ്പൽ കൊടുത്ത് നമ്മൾ നോട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നോട്ടെന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ നോട്ട് എം ടി ആണെന്നുണ്ടെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആവേണമെന്നുണ്ടെങ്കിൽ ഓക്കെ അലർട്ടിൻ്റെ അകത്ത് എന്താണ്? ടെക്സ്റ്റ് നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് കാണിക്കും. അതായത് ഇപ്പോൾ നോട്ടിന് പറഞ്ഞാൽ അപ്പോൾ യൂസറിന് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പോണ്, അപ്പോൾ യൂസർ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് ഡാറ്റ ഒന്നും ഇല്ല, നോട്ട് യൂസർ എന്നുള്ള അർത്ഥം വേണം. നോട്ട് യൂസർ എന്ന് പറഞ്ഞാൽ യൂസർ എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ അകത്ത് ഡാറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻ എക്സിക്യൂട്ട് ആവണം എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ ഇവിടെ നോട്ട് എന്നിപ്പോൾ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ലെറ്റ് ന്യൂ നോട്ട് എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഐ ഡി, എല്ലാ നോട്ടിനും ഒരു യുണീക്ക് ഐ ഡി ഉണ്ട്. അതിനെ നമുക്ക് ഓരോ ആവശ്യത്തിന് എടുക്കുന്നതിനായിട്ട് ടെക്സ്റ്റ് മാത്രം കൊടുത്ത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ നോട്ടും ഇപ്പം നമ്മൾ ഓരോ ക്ലാസ്സിൽ ഓരോ കുട്ടിക്കും ഓരോ പേര് കൊടുക്കില്ല, ABCD എന്ന് ഓരോ പേര് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഓരോ യുണീക്ക് പേരുകൾ. അതെന്തിനാണ്? അവരുടെ കാര്യം വരുമ്പോൾ അവർ ആ പേര് വെച്ചാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ലൈക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അറേ ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതുപോലൊരു അറേ ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം എല്ലാ എലമെൻറ്റിനും ഒരു യുണീക്ക് ഐ ഡി കൊടുക്കണം. കാരണം അതിനെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഓരോ ഓപ്പറേഷനും ആ എലമെൻറ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടി അതിനൊരു പേര് അല്ലെങ്കിൽ നൈം എന്ന് കൂട്ടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ് ഡോട്ട് നൗ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതിൽ മില്ലി സെക്കൻഡിൽ നമ്മൾ എന്താണ്? നമ്മൾ ഡേറ്റ് കാണിക്കുന്നതായിരിക്കും. അതാണ് നോർമലി നമുക്കൊരു യുണീക്ക് ഐ ഡി കൊടുക്കും. അതൊരു യുണീക്ക് നമ്പറാണ്. മില്ലി സെക്കൻഡിലുള്ള നമ്പർ യുണീക്ക് ആയിരിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ നോട്ടിൻ്റെ അകത്ത് യൂസർ പാസ് ചെയ്ത നോട്ടിനെ എഴുതുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് ഡോട്ട് പുഷ്, നമുക്ക് പുഷ്, പോപ്പ്, ഷിഫ്റ്റ് എല്ലാ മെത്തേഡും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്താണ്? ന്യൂ നോട്ട്സ് ആണ് അറയിലോട്ട് ഈ രീതി പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചെയ്താലും ഓക്കെ കാണിക്കും. എന്നൊരു ബെറ്റർ മെത്തേഡ് ഇതല്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡാറ്റ ആഡ് ചെയ്താലും കാണിക്കും. പക്ഷേ റിയാക്റ്റിൻ്റെ അകത്ത് ഒരു നല്ല അറേൻ്റെ അകത്തൊരു ഡാറ്റ ആഡ് ചെയ്യുന്നതിന് ഒരു നല്ല മെത്തേഡല്ല ഇത്. ഇതിൽ ആഡ് ചെയ്താലും കാണിക്കും, വാല്യൂ എല്ലാം കാണിക്കുമെങ്കിലും അതിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിനേക്കാൾ ഒരു ബെറ്റർ മെത്തേഡുണ്ട്. ഇപ്പോൾ സെറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വിളിക്കുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, 3 ഡോട്ട് ഇട്ട് നോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ വിളിച്ചിട്ട് ന്യൂ നോട്ട് പാസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ല മെത്തേഡ്. നിങ്ങൾ പഠിച്ച നോട്ട്സ് ഡോട്ട് പുഷ് ന്യൂ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അറേൻ്റെ അകത്തോട്ട് ഈ ഒബ്ജക്റ്റ് ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അതൊരു നല്ല മെത്തേഡാണ്. പക്ഷേ റിയാക്റ്റിൻ്റെ അകത്ത് ഡാറ്റ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിലുള്ള നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നോട്ട്സ് കോമ ന്യൂ നോട്ട്. ആ പുതിയ നോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു അറേന ഈ 3 ഡോട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. അതായത് ഈ നോട്ട്സ് എന്ന് പറഞ്ഞാൽ അറേ മൊത്തത്തിലും എടുക്കുകയാണ്. ആ അറേൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യുന്നു? പുതിയൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്ര അതിൻ്റെ ലോജിക്കുള്ളു. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോട്ട് ആഡ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ യൂസർ എൻ്റർ ചെയ്യുന്ന ഓരോ വാല്യൂം നോട്ട് എന്നുള്ള വേരിയബിളിലാണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇൻപുട്ടിൻ്റെ അകത്ത് വാല്യൂ എന്നുള്ളത് നോട്ടിനെ വിളിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ യൂസർ ഓരോ കീയും എൻ്റർ ചെയ്യുമ്പോൾ ആ വാല്യൂ നോട്ട് എന്ന് പറയുന്ന ആ വേരിയബിളിലോട്ട് അപ്ഡേറ്റ് ആവണം. അതിനായിട്ട് ഓൺ ചേഞ്ച് എന്ന് വിളിച്ചിട്ട് അതിനകത്ത് ഇവൻറ്റ് എന്ന് പറഞ്ഞ ഇവൻ്റാണ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ, അതായത് ഓരോ യൂസർ ഓരോ വട്ടം ഇപ്പം നിങ്ങൾ എന്ന് എൻ്റർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ വാല്യൂ, ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ABC ആ ഓരോ വാല്യൂ എന്താണ് പ്രോപ്പറായിട്ട് ഈ നോട്ടിൻ്റെ അകത്തോട്ട് ആഡ് ആവണം. ഓക്കെ, ആ കണ്ടീഷനാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് ആ ബട്ടൻ്റെ അകത്ത് ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ യൂസർ ബട്ടൻ്റെ അകത്ത് ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഹാൻഡിൽ ആഡ് നോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷന് കോൾ ആവണം. ഓക്കെ, ആ ഫംഗ്ഷൻ കോൾ ആവുമ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇൻസ്പെക്റ്റിൽ വരുന്നുണ്ട്. ചുമ്മാ ഒരു ഡെമോ ടെക്സ്റ്റ് എഴുതി ആഡ് അടിച്ച്
നമ്മുടെ ഈ കാണിച്ചതാണ് മില്ലി സെക്കൻഡിലുള്ള യുണീക്ക് ഐ ഡി. ഇതൊരു ഇപ്പം മില്ലി സെക്കൻഡാണ്. ഇതാണ് നമ്മൾ യുണീക്ക് ഐ ഡി ആയിട്ട് എന്ത് ചെയ്യുന്ന ഓരോ അറേൻ്റെ അകത്തും ആഡ് ചെയ്യുന്ന വാല്യൂവിന് വെക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നോട്ട്സ് എന്ന് പറഞ്ഞാൽ അറേ ഓഫ് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന വാല്യൂസിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഇവിടെ നമുക്ക് ആ ഓരോ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതാണ് ആ ഡിവ്. വിഡ്ത്ത് കൊടുത്തു, വിഡ്ത്ത് ഫുള്ള് കൊടുത്തു, പാഡിങ് ടോപ്പും ബോട്ടവും ലെഫ്റ്റും 10 പിക്സ്. നിങ്ങൾക്ക് ഈ ലോജിക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ അവിടെ ഒരു കർലി ബ്രാക്കറ്റ് ഇട്ടു. ഒരു കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം, നോട്ട്സ് എന്ന് പറയുന്ന നമ്മൾ അറേൻ്റെ അകത്തുള്ള ഓരോ വാല്യൂവിനെയും എന്താണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് എടുക്കുന്നതിനായിട്ടാണ് നോട്ട് മാപ്പ് എന്ന് കൊടുത്തു. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് എന്നാണ് പേര് കൊടുത്ത് എന്ത് ചെയ്തു. അതായത് ഈ നോട്ട്സ് എന്ന് പറയുന്ന അറേൻ്റെ അകത്ത് നിന്ന് ഓരോ വാല്യൂവിന് എന്ത് ചെയ്യുന്നു, ഈ ഒബ്ജക്റ്റ് എന്ന പേരിലാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് എന്നോ വാല്യൂ എന്നോ എന്ത് പേരും കൊടുക്കാം. നോട്ട്സിൻ്റെ അകത്ത് നിന്ന് ഓരോ ഒബ്ജക്റ്റിനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇറ്ററേറ്റ് ചെയ്ത് എടുക്കുന്നു, അല്ലെങ്കിൽ ഓരോന്നിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നു. ഞാൻ മാപ്പിൻ്റെത് ജാവാസ്ക്രിപ്റ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നോട്ട്സ് എന്ന അറേൻ്റെ അകത്ത് എത്ര വാല്യൂ ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ എലമെൻറ്റ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതേസമയം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വാല്യൂ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് നോട്ട് എന്ന് വിളിച്ചാൽ, അതാണ് നമ്മുടെ എന്ത് പേരാണ് ഇവിടെ നോട്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഓരോ ഒബ്ജക്റ്റും നോട്ട്സിൻ്റെ അകത്ത് നിന്ന് എടുക്കുമ്പോൾ ആ ഓരോ ഒബ്ജക്റ്റിൻ്റെ അകത്ത് നോട്ടിൻ്റെ അകത്തുള്ള വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ കുറച്ച് ഡെമ്മി ടെക്സ്റ്റ് അടിക്കേ. നോട്ട് നോട്ട്സ്. ഓക്കെ, ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റ് നോട്ട്, ഓക്കെ, നോട്ട് ഹാൻഡിൽ ആഡ് നോട്ട്. നമുക്കത് കൺസോൾ ചെയ്ത് നോക്കാം. ഞാൻ നോട്ട്സിനെ വിളിക്കുന്നു, എന്നിട്ട് ഓക്കെ അറേൻ്റെ അകത്ത് ഓരോ നോട്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മിസ്റ്റേക്ക് ഒരു റിട്ടേൺ കൊടുക്കാത്തതാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. അതായത് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ഈ നോട്ട്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേണിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ വാല്യൂസും കൂടെ പാസ് ചെയ്യണം. റിട്ടേണിൻ്റെ അകത്തായിരിക്കണം നമ്മൾ ഓരോ ഡിവ് ഇടാനുള്ള. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ വന്നാണ്ടോ, അതായത് നമ്മൾ ആ ഓരോ ഈ അറേൻ്റെ അകത്ത് നിന്ന് ഓരോ ഒബ്ജക്റ്റും സെപ്പറേറ്റ് എടുത്ത് അതിനകത്തുള്ള നോട്ടിലെ വാല്യൂ ആഡ് ചെയ്താണ് ഇത്രയും വന്നത്. അപ്പോൾ നമ്മൾ എത്ര എലമെൻ്റ് ഉണ്ടായിരുന്നത്, അതായത് 4 ഡാറ്റ നമ്മൾ ആഡ് ചെയ്തു. ആ 4 ഡാറ്റ ഇപ്പോൾ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമ്മൾ റിട്ടേണിൻ്റെ അകത്തു കൂടിയാണ് എന്ത് ചെയ്യാനുള്ള, നമ്മൾ ഡിവ് പാസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻറ്റ് പാസ് ചെയ്യാനുള്ള, എങ്കിൽ മാത്രമേ നമുക്കത് ഷോ ആവത്തുള്ളൂ. ഓക്കെ, ഞാൻ റീഫ്രഷ് ചെയ്തു. ഞാൻ ഇവിടെ ഹെലോ എന്ന് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ വട്ടം ആടിലടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ എം ടി ആവണം. അപ്പം അതിനായിട്ട് സെറ്റ് നോട്ട് നമുക്ക് എന്ത് ചെയ്യാം, എം ടി ആക്കാം. ഓരോ വട്ടം ആഡ് ചെയ്ത് കഴിയുമ്പം നോട്ട്സ് അല്ല നോട്ട്, നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടുത്തെ ഈ ഇൻപുട്ടിൻ്റെ അകത്തുള്ള ഡാറ്റ നമുക്ക് എം ടി ആക്കാം. ഇപ്പം എം ടി ആയിട്ടുണ്ട്. ഞാൻ മീനൊന്നും കൊടുത്ത് അത് ആഡ് ചെയ്തപ്പോൾ അത് എം ടി ആയി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ നമുക്ക് എഴുതാം. അതിനായിട്ട് ജസ്റ്റ് സിമ്പിൾ ഒരു എളുപ്പ വഴിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻ നമ്മളിവിടെ ഇപ്പം നോർമൽ ഫംഗ്ഷൻ അല്ലേ ക്രിയേറ്റ് ചെയ്തേക്കണം, നമുക്ക് ഇനി ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഹാൻഡിൽ
ഡിലീറ്റിനെ വിളിച്ചു. ഓക്കെ, ഇതിങ്ങനെയാണ് ആരോ ഒരു വേരിയബിള് അസൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ആരോ ഒരു ലൈക്ക് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് ലൈക്ക് ഒരു ആരോ ഫംഗ്ഷൻ ഈ എത്ര എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐ ഡി പാസ് ചെയ്യണം. അതായത് നമ്മൾ ഓരോ നോട്ടും ക്രിയേറ്റ് ചെയ്തപ്പോൾ കൂടെ ഐ ഡി വെച്ചില്ലേ, ഈ ഐ ഡി ഉപയോഗിച്ചാണ് നമ്മൾ ആ ഓരോ നോട്ടിനെ കണ്ടെത്തി ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ് പഠിക്കണ്ടേ. അതിനായിട്ട് ഞാൻ അവിടെ ലെറ്റ് ന്യൂ നോട്ട്സ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിനെ ഞാൻ വിളിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ വിളിച്ച് ഫിൽട്ടർ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഫിൽട്ടർ മെത്തേഡ് വഴി ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഇത് വിളിച്ചതിന് ശേഷം ഞാൻ എന്താണ് പറയുന്നത്, ഇവിടെ ഞാൻ പറയുന്നത് ഒബ്ജക്റ്റ് ഫിൽട്ടറിൻ്റെ അകത്തുനിന്ന് എന്താണ് നോട്ട്സിൻ്റെ അകത്തുനിന്ന് ഓരോ ഒബ്ജക്റ്റ് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ റിട്ടേൺ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്കത് ഡൗട്ട് വരുമെന്ന് ഡൗട്ട് ഉണ്ട്. എന്നാലും നമുക്ക് എന്താണ് ഈ ആരോ ഫംഗ്ഷൻ ഇട്ടിട്ട് നമ്മൾ സിംഗിൾ ലൈൻ കോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട, ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ആവുന്നതായിരിക്കും. അപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഡോട്ട് ഐ ഡി, ഓരോ ഒബ്ജക്റ്റിന് ഐ ഡി ഉള്ളോ, ഐ ഡി നോട്ട് ഇസ് ഈക്വൽ ടു യൂസർ പാസ് ചെയ്ത ഈ ടോപ്പിൽ ഐ ഡി. അതായത് ഇവിടെ പറയുന്ന കണ്ടീഷൻ, നോട്ട്സ് എന്ന് പറയുന്ന അറേ ഓഫ് ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂ എടുത്തിട്ട് ആ ഓരോ ഒബ്ജക്റ്റിൻ്റെ ഐ ഡി ചെക്ക് ചെയ്യുമ്പം ഈ ഐ ഡി നോട്ട് ഇസ് ഈക്വൽ ടു ഐ ഡി, നമ്മളിപ്പോൾ പാസ് ചെയ്ത ഐ ഡിയിലുള്ള ആ ഒരു എലമെൻ്റ് ഒഴിച്ച് ബാക്കി എലമെൻറ്റിനെല്ലാം റിട്ടേൺ ചെയ്യണം എന്നുള്ള കണ്ടീഷൻ ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്കത് കാണാം. ലോഗിൻ്റെ അകത്ത് ഞാൻ എന്താണ് ന്യൂ നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ഡിലീറ്റ് നമുക്കിവിടെ ബട്ടൻ്റെ അകത്ത് വന്നിട്ട് ഓൺ ക്ലിക്ക് ഈ ബട്ടൻ്റെ അകത്ത് ഒരു ആരോ ഫംഗ്ഷൻ എഴുതുകയാണ്. ഇതൊരു ആരോ ഫംഗ്ഷൻ എഴുതുന്ന, എന്നിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഈ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ കോൾ ആവുകയും ഒബ്ജക്റ്റ് ഡോട്ട് ഐ ഡി, അതായത് ഇവിടെ നിന്നുള്ള ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഐ ഡി പാസ്സാവുകയും വേണം. ഞാൻ ഇവിടെ ലോഗ് ചെയ്ത് ഐ ഡി നമുക്ക് കാണാം, ഐ ഡിയും നമുക്ക് കാണാം. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഇൻസ്പെക്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഓരോ വാല്യൂവിനെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും വാല്യൂ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നം വരുന്ന കീ കൊടുത്തിട്ടില്ല. ഈ കീ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഇതുപോലെ ഇട്രേറ്റ് ചെയ്തിട്ട് ആ കാര്യം ഒന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഡിലീറ്റിൻ്റെ ടോപ്പിക്കിലോട്ട് പോകാം. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിവിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു അറേ ഒബ്ജക്റ്റ് ചെയ്യുന്ന ഇതുപോലെ വാല്യൂ കൊടുക്കുന്ന സമയത്തിന് നമ്മളെ റിയാക്റ്റിന് എന്താണ് ഈ എലമെൻറ്റുകളെ തിരിച്ചറിയാനായിട്ട്, ഒരേ കാര്യം റിപ്പീറ്റായിട്ട് ഇതുപോലെ വരുന്ന സമയത്ത് തിരിച്ചറിയാനായിട്ട് നമ്മൾ അതിൻ്റെ പാരൻ്റ് ഡിവിന് ഒരു കീ കൊടുക്കണം. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡിവിനും കൊടുക്കണം. കമ്പ്യൂട്ടറിന് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട്, പെട്ടെന്ന് ഇതിപ്പോൾ എന്താണ് ഇട്രേറ്റ് ചെയ്താൽ ഇപ്പം ഇതിൽ 100 നോട്ട്സിൻ്റെ അകത്ത് 100 നോട്ട് ഉണ്ടെങ്കിൽ ഇട്രേറ്റ് ചെയ്ത് 100 നോട്ട് വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ പെട്ടെന്ന് ഒരു നോട്ടിനെ നമുക്ക് കമ്പ്യൂട്ടറിന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു യുണീക്ക് കീ നമ്മൾ കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒബ്ജക്റ്റ് കോമിട്ട് ഇൻഡെക്സിനെ വിളിച്ചു കൊടുക്കാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഓരോ പൊസിഷൻ നമ്പർ, അതെപ്പോഴും യുണീക്ക് ആയിരിക്കുമല്ലോ. നമ്മൾ നോർമലി അത് നിങ്ങൾക്ക് വിളിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് ഐ ഡി, ആ ഒബ്ജക്റ്റിൻ്റെ ഐ ഡിയും നിങ്ങൾക്ക് വിളിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ABCDE എന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പം എനിക്ക് വരുന്നത് BCDE, എ ഒഴികെ ബാക്കിയുള്ള ആ ഒരു ലിസ്റ്റ് അറേ ഓഫ് ഒബ്ജക്റ്റ് ആണ് നമുക്ക് വരുന്നത്. അതായത് നോട്ട് എ, ആ ഐ ഡി, ആ എയുടെ ഐ ഡി ഒരുപോലെ വരുന്ന എന്താണ് ആ ഒബ്ജക്റ്റ് എന്നാണ് ഒഴികെ ബാക്കി എല്ലാത്തിനും അയക്കും. അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. നോട്ട്സ് എന്നാണ് ആ അറേ ഓഫ് ഒബ്ജക്റ്റ് നിന്ന് ഒബ്ജക്റ്റിൻ്റെ ഐ ഡി എടുത്ത് നോട്ട് ഇസ് ഈക്വൽ ടു ഐ ഡി, നമ്മൾ പാസ് ചെയ്ത ഐ ഡി ഉള്ള ആ ഒരു ഒബ്ജക്റ്റ് ഒഴികെ ബാക്കി എല്ലാത്തിനെയും പാസ് ചെയ്യണം. അതേസമയം ഞാൻ ഇവിടെ നോട്ട് മാറ്റി ഇസ് ഈക്വൽ ടു ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ
ഞാൻ ഇവിടെ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം എനിക്ക് വരുന്നത് ആ എ എന്ന് പറഞ്ഞ എലമെൻറ്റ് മാത്രം. ആ ഫിൽട്ടർ ചെയ്ത് ആ ഐ ഡി ഉള്ള എലമെൻറ്റിനെ മാത്രം എടുക്കുന്നതിന് നമ്മൾ = ഐ ഡി കൊടുക്കുകയും, എന്നാൽ നമ്മൾ ഒരു ആ ഒരു നോട്ട് സിമ്പിൾ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ ഐ ഡി ഒഴികെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ഐ ഡി വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ഒഴികെയുള്ള ബാക്കി ഒബ്ജക്റ്റിനെ എല്ലാം എന്ത് ചെയ്യണം, യൂസറിന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇതാണ് BCDE. ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ഈ നോട്ടിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, പുതിയ നോപ്പം നമ്മൾ നോട്ടിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്ന ഈ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ അറേ ആഡ് ചെയ്യുന്നത് എന്താണ്, സിമ്പിളാണ്. സെറ്റ് നോട്ട്സ് എന്താണ്, ന്യൂ നോട്ട്സ് അങ്ങ് ആഡ് ചെയ്യുന്നു. അതായത് ആ നോട്ട്സ് എന്ന് വന്ന അറയിലോട്ട് പുതിയൊരു അറേ അങ്ങ് ആഡ് ചെയ്യുന്നു. ആ നോട്ട്സ് എന്ന് പറഞ്ഞാൽ അറേൻ്റെ ഒരു പുതിയ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്നത് ഈ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ അറേ ആഡ് ചെയ്യുന്നത് എന്താണ്, ഫിൽട്ടർ ചെയ്ത അറേ ഡയറക്റ്റ് നമുക്ക് തന്നെ സെറ്റ് നോട്ട്സ് പുതിയൊരു അറേ, വേരിയബിളിലോട്ട് പുതിയൊരു വേരിയബിൾ പുതിയൊരു അറേ വെക്കുന്ന കണക്ക്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പം B പോയിട്ടുണ്ട്, D പോയി, C പോയി, D പോയി, E പോയി. ഓക്കെ, എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിലീറ്റ് മെത്തേഡ് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ ഇത് നമ്മൾ എത്ര ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ലോക്കൽ സ്റ്റോറേജിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇതിപ്പം ടു ഡു ആഡ് ചെയ്തിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ടു ഡു നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ എഴുതുന്നതിൻ്റെ ഒരു ഗുണമില്ലല്ലോ. നമുക്ക് എപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ തുറന്നാലും നമ്മൾ ടു ഡൂസ് നമുക്ക് കാണാൻ പറ്റണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടു ഡൂസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ സ്റ്റോറേജിൻ്റെ അകത്ത് സൂക്ഷിക്കണം. ലോക്കൽ സ്റ്റോറേജിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. അപ്പോൾ അതൊക്കെ കണ്ട് പഠിച്ചവർക്ക് ഡൗട്ടൊന്നും വരത്തില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് ഈ JSON പാർട്സ് സ്ട്രിങ്ങിഫൈ എന്നൊക്കെ വേണം റൂളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ അറേ ഓഫ് ഒബ്ജക്റ്റിനെ ഒരു സ്ട്രിങ് ആക്കി മാറ്റണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ലെറ്റ് സ്ട്രിങ് അറേ എന്ന് കൊടുത്തിട്ട് JSON.stringify നോട്ട്സ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സ്ട്രിങ് അറേ കൊടുത്തു, ഇൻസ്പെക്റ്റിൽ ചെന്നു, ഞാൻ ഇവിടെ G കൊടുത്ത് ആഡ് അടിച്ചു. ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇപ്പം നമുക്കുള്ള വന്നതാണ് ഒരു സ്ട്രിങ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി നമുക്കുള്ള ആ ഒരു അറയിനെ നമ്മൾ സ്ട്രിങ് ആക്കി മാറ്റി. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു, അറയിനെ സ്ട്രിങ് ആക്കി മാറ്റി. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നത്. അതാകുമ്പോൾ ഒരു ടെക്സ്റ്റ് മോഡലിലോട്ട് നമ്മൾ അറയിനെ മാറ്റി. ഇതിനെ നമുക്ക് വീണ്ടും അറയായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ നമ്മൾ ഡാറ്റ സൂക്ഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതുപോലെ എന്താണ് സ്ട്രിങ്ങിന് ഒരു അറയിനായാലും എന്തിനായാലും സ്ട്രിങ് ആക്കി മാറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ള ലോക്കൽ സ്റ്റോറേജ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് സെറ്റ് ഐറ്റം ഒരു പേര് കൊടുക്കുകയാണ്. നോട്ട് എന്ന പേരിലാണ് നമുക്ക് സൂക്ഷിക്കാനുള്ള. നോട്ട് കോമ സ്ട്രിങ് അറേന നമുക്ക് എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോക്കൽ സ്റ്റോറേജിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, എനിക്കിതുപോലെ ഇപ്പം കാണാൻ പറ്റും. എൻ്റെ നോട്ടെന്ന് പറയുന്ന ആ ഒരു പേരിൽ ഞാൻ പാസ് ചെയ്ത വാല്യൂസ് എല്ലാം ഇതുപോലെ സ്റ്റോർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ റീഫ്രഷ് ചെയ്ത് എല്ലാ ഡാറ്റയും പോയി.
ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ആദ്യം ഈ അറേ ഓഫ് ഒബ്ജക്റ്റിനെ സ്ട്രിങ് ആക്കി മാറ്റി, സ്ട്രിങ് വെറും ടെക്സ്റ്റ് മോഡലാക്കി ലോക്കൽ സ്റ്റോറേജിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്താണ്, ഈ പേജ് ലോഡ് ആവുമ്പോൾ ലോക്കൽ സ്റ്റോറേജിലുള്ള ഡാറ്റ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ആവണം. യൂസ് എഫക്റ്റ് വിളിക്കണം. ഒരു പേജ് ലോഡാവുന്ന സമയത്ത് നമുക്കൊരു കാര്യം റണ്ണാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കണം, യൂസ് എഫക്റ്റ് വിളിക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ലോഗ് നമുക്കല്ലെങ്കിൽ അറേ, നോട്ട് അറേ എന്ന് കൊടുക്കാം. ഞാൻ ARR എന്ന് കൊടുക്കുന്ന അറേയാണ് ഉദ്ദേശിച്ചത്. ലോക്കൽ സ്റ്റോറേജ് ഗെറ്റ് ഐറ്റം, എന്ത് പേരിലാണോ നമ്മൾ ആ ഡാറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത് ആ ഒരു പേര്. നോട്ട് എന്ന പേരിലാണെങ്കിൽ നമ്മൾ ആ ഡാറ്റ സ്റ്റോർ ചെയ്തേക്കുന്ന ആ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പം നോട്ട് എന്ന് ഞാൻ വിളിച്ചു. എന്നിട്ട് ഇവിടെ ലോഗ് ചെയ്യാണ്. നോട്ട് അറേനെ ലോഗ് ചെയ്തു. എനിക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഡാറ്റ എനിക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ആയിട്ടുണ്ട്. രണ്ടും സ്ട്രിക്റ്റ് മോഡിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഇത് 2 വട്ടം എന്ത് ലോഡാവുന്നത്. ഇനി നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ അറേ ഓഫ്, ഇതിപ്പോൾ സ്ട്രിങ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ ടൈപ്പ് ഇപ്പോൾ എന്താണ്, സ്ട്രിങ് ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് ഏതാണെന്ന് നോക്കാം, സ്ട്രിങ്ങിലാണ്. നമുക്ക് ഇതിനെ അറേ ആയിട്ട് മാറ്റണം. അറേ ഫോർമാറ്റ് ആക്കിയാലേ നമുക്ക് പൊസിഷൻ വിളിച്ചെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് JSON പാഴ്സ് നോട്ട് അറേ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം റീഫ്രഷ് ചെയ്യുമ്പം നമുക്കത് അറേ ആയിട്ട് കിട്ടും. ഇതേ മോഡലിൽ വരും. അപ്പം സ്ട്രിങ് ആയിട്ട് നമുക്ക് എന്താണ്, അറേനെ സ്ട്രിങ് ആക്കി ലോക്കൽ സ്റ്റോറേജിലോട്ട് സ്റ്റോർ ചെയ്യുകയും അതിനെ തിരിച്ചെടുക്കുമ്പോൾ സ്ട്രിങ്ങിനെ നമ്മൾ എന്താണ് അറേ ആയിട്ട് അറേ മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പാഴ്സ് ഉപയോഗിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മളിപ്പോൾ ചുമ്മാ കുറേ വേരിയബിൾ എടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയാണ് നമ്മൾ ഓരോ വട്ടവും സ്റ്റോർ ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് നോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു അറയിലോട്ട് JSON.stringify ചെയ്ത അറേ നമുക്ക് ആഡ് ചെയ്യാം. പാഴ്സ് ചെയ്ത അറേന് ലോക്കൽ സ്റ്റോറേജ്. ഇവിടെ നമുക്കിപ്പോൾ വേരിയബിളിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് അത്രയും സ്പേസ്, നമ്മൾ കോഡ് എഴുതുമ്പോൾ മാക്സിമം വേരിയബിൾസ് കുറയ്ക്കാൻ നോക്കണം. ആവശ്യത്തിന് മാത്രം വേരിയബിൾസ് ഉപയോഗിക്കുക. ഇപ്പം നമുക്ക് ഒരു വേരിയബിളിൻ്റെ ഒരു ആവശ്യമ്പോൾ നമ്മൾ ആദ്യം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, JSON നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ നിന്ന് സ്ട്രിങ് എടുക്കണം. അത് കഴിഞ്ഞാൽ സ്ട്രിങ്ങിനെ നമ്മൾ എന്താണ് അറയാക്കി മാറ്റുന്നതിനുള്ള അങ്ങനെ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ സെറ്റിനോട്ട് ആഡ് ചെയ്യുമ്പോൾ 2 വേരിയബിൾ അറയുടെ ലെങ്ത് അനുസരിച്ച് അത്രയും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എടുക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. ഇതാകുമ്പോൾ ഒരു മെമ്മറി എക്സ്ട്രാ എടുക്കുന്നില്ല. സെറ്റ് നോട്ടിലോട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, JSON പാഴ്സ് ചെയ്യുന്നു. അതിനു മുമ്പ് ഈ ആ സ്ട്രിങ്ങിന് എടുക്കുന്ന ലോക്കൽ സ്റ്റോറേജിലോട്ട് ഗെറ്റ് ഐറ്റം നോട്ട് വിളിച്ച് എന്ത് ചെയ്യുന്നു, ആ സ്ട്രിങ് എടുത്തു. ആ സ്ട്രിങ്ങിന് എന്ത് ചെയ്യുന്നു, JSON പാഴ്സ് ചെയ്ത് നേരെ ആ റിട്ടേൺ കിട്ടുന്ന അറേനെ നോട്ടിലോട്ട് ആഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, റീഫ്രഷ് ചെയ്യുന്നു. എനിക്ക് ആ പോയ ഡാറ്റ എല്ലാം തിരിച്ചു കിട്ടി. ഞാൻ ഹെലോ ആഡ് ചെയ്യുന്നു. ഫ്യൂച്ചർ ബീറ്റ്സ് ആഡ് ചെയ്യുന്നു. എന്തൊക്കെ ആഡ് ചെയ്താലും എനിക്ക് ആ പോയ ഡാറ്റ തിരിച്ചു കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓവർഫ്ലോ എന്താണ്, സ്ക്രോൾ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റ വരുമ്പോൾ സ്ക്രോൾ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതാണല്ലോ എൻ്റെ പാരൻറ്റിൻ്റെ അടുത്ത് പറയണം ഓവർഫ്ലോ എക്സ് ഡയറക്ഷൻ അല്ല വൈ ഡയറക്ഷൻ സ്ക്രോൾ കൊടുക്കണം. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സ്ക്രോൾ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതും ആഡായേ പറ്റൂ. ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഡിലീറ്റ് ചെയ്യുമ്പോൾ അതും ഇവിടെ ആഡ് ആവണം. അപ്പം നമ്മൾ നേരെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ന്യൂ നോട്ടിന് ഇവിടെ ആഡ് ചെയ്യുന്നു. നോട്ട്സിൻ്റെ അകത്ത് ആ പുതിയ നോട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു അറേ എടുക്കുന്നു. ആ അറേനെ സ്ട്രിങ് ചെയ്യുന്നു. അതിന് നേരെ നോട്ടിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതും വരുന്നുണ്ട്, നോർമലി ചെയ്യുന്നതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 കാര്യം
എന്താണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ തരുകയാണ്. നിങ്ങൾക്കൊരു ടാസ്ക് ആണ്, അതിൻ്റെ കോഡ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. അതായത് ഞാനിവിടെ ഇപ്പം ഫ്യൂച്ചർ ബീറ്റ്സ് ആഡ് ചെയ്തു. ഇപ്പം തൊട്ട് താഴെ ഫ്യൂച്ചർ ബീറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ റീഫ്രഷ് ചെയ്ത് വരുന്ന സമയത്ത് ഹെലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, അതേസമയം ഞാനിപ്പോൾ ഫ്യൂച്ചർ ബീറ്റ്സ് ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അമീനൊന്നും ആഡ് ചെയ്തു. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ ബീറ്റ്സ് അമീൻ ഞാനിപ്പോൾ ആഡ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഇപ്പം ഫ്യൂച്ചർ ബീറ്റ്സ് കാണിക്കുന്നു. അതായത് നമ്മൾ ലൈക്ക് ഇപ്പം ഞാൻ എ ആഡ് ചെയ്തു, ബി ആഡ് ചെയ്തിട്ട് ഞാൻ റീഫ്രഷ് ചെയ്യുമ്പം എ കാണിക്കും പക്ഷേ ബി കാണിക്കുന്നില്ല. അതായത് നമ്മൾ ഏറ്റവും അവസാനം ആഡ് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കാണിക്കുന്നില്ല. അപ്പം ആ പ്രോബ്ലം ചെറിയ ലോജിക്കാണ്. അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കോഡ് എഴുതണം. നിങ്ങൾ അതിൻ്റെ ഫംഗ്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ കോഡോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇവിടെയൊക്കെ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് എങ്ങനെ ലോജിക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ആ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ മതി. ലൈക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്, ChatGPT ആയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, വേറെ ഏത് LLM ആയിട്ട് ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും സൊല്യൂഷൻ കണ്ടെത്താം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ആ കോഡിൽ മാറ്റം വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഒരാൾ ചോദിച്ചാൽ പറയാൻ പറ്റണം. ആ ഒരു കാര്യം ChatGPT ഉപയോഗിക്കുന്നോ ജിമിനി ഉപയോഗിക്കുന്നോ മിസ്റ്റേക്ക് തെറ്റല്ല. അതേസമയം ഞാനിപ്പോൾ ഈ ഒരു കോഡ് ChatGPT എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറഞ്ഞ ഇഫ് എന്തിനാ അവിടെ നോട്ട് ഇസ് ഈക്വൽ ടു നോട്ട് എന്തിനു കൊടുത്തു, ഇവിടെ റിട്ടേൺ എന്തിനു കൊടുത്തു, ഈ കൺസോൾ എന്തിനു വിളിച്ചത്, ഈ ഡേറ്റ് ഡോട്ട് നൗ എന്ത്, ആ കോഡ് എന്താണെന്നുള്ള നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ChatGPT ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല, ആ കോഡ് വർക്കാവുന്നുണ്ട് പക്ഷെ അതിൻ്റെ അകത്തുള്ള കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ChatGPT ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, നിങ്ങൾക്ക് ChatGPT എന്തോ ഉപയോഗിച്ചുകൊണ്ടും ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ ആ സൊല്യൂഷൻ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം HTML CSS ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണോ അതോ വീഡിയോയുടെ കൂടെ തന്നെ ചെയ്ത് പോകണോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.